Yeah, please. Kamala. Sir, Kamal sir, yeah, okay. Kamal Hassan's biggest fan, biggest critic in Kamal Hassan Tanyana. To satisfy that fan is very important. Fan is satisfied in the point because he is ready to appreciate. Critic അങ്ങനെയല്ല, ബഹുമാനത്തോടു കൂടി കേൾക്കണം. അത് ഞാൻ ഐ ലെറ്റ് ഗോ ഓഫ് ദ ക്രിറ്റിക് ഫസ്റ്റ്. കമലഹാസന്റെ ഫാൻ ആലോചിക്കില്ല. ഫസ്റ്റ് ഐ കീപ് ഹിം ഇൻ ദ സെറ്റ് വിത്ത് മീ. ദെൻ എൻ്റെ കൂടെ കമലഹാസന്റെ ഫാനായിട്ട് നിൽക്കാൻ ഒരുപാട് പേരുണ്ട്. ഐ ആം ദ ലീസ്റ്റ്. And so yes, it continues. And I respect the critic more than this fan. This fan and that critic are very important. Kamal sir. Yes. Sir, വളരെയധികം ഗാന്ധിജിയെ ഫോളോ ചെയ്യുന്ന ആളാണ്. ഹൗസ് ഓഫ് ഖാദർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെ ഉണ്ട്. ഗാന്ധിജിയെ വളരെയധികം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഹൗസ് ഓഫ് ഖാദർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് ഗാന്ധിജിയെ പറ്റി ഒരിക്കലും അറിയാത്ത കാര്യങ്ങൾ ഹേറാമിലൂടെ പറഞ്ഞു തന്ന ആളാണ്. ആൻഡ് ഹി സ്റ്റൂഡ് ഫോർ നോൺ വയലൻസ്. പക്ഷേ വിക്രമായാലും തഗ് ലൈഫ് ആയാലും അതിൻ്റെ സ്റ്റോറിയുടെ ബിഗിനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്രക്സ് എന്ന് പറയുന്നത് മണിസാർക്ക് കിട്ടുന്നത് കമൽഹാസൻ സാറിൽ നിന്നാണ്. വിക്രമിലെ ക്രക്സ് ലോകേഷിന് കിട്ടുന്നത് കമൽഹാസൻ സാർ വഴിയാണ്. അതിൻ്റെ രണ്ടിലുള്ളത് വയലൻസ് ആണ്. സോ ആസ് എ ക്രിയേറ്റർ ആ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും എപ്പോഴും. ഗാന്ധിയുടെ ചിന്തയിൽ വയലൻസ് ഇല്ലാതിരുന്നിരിക്കാം, പക്ഷെ ജീവിതത്തിൽ അങ്ങനെ കഴിയാൻ പറ്റില്ല. There will be violence. How you confront it? With what kind of valor? Gandhiji's valor is the highest valor because the height of valor is ahimsa. And he has shown it. So, why do you use the valor? Because the world is violent. How do you combat it? Not with another sword. That's what he has taught many people. And just the least of them, Martin Luther King, Mandela, they all are fans of Gandhiji. And another 4 generations later I came by. I was the great grandson. Now I'm yet to become great, but I'm a grandson. Kamal sir. Sujana. Okay. വീണ്ടും ഒരിക്കൽ കൂടി താങ്ക് യു പറയാണ്. ഒരുപടി നല്ല സിനിമകളുമായിട്ട് മലയാളത്തിലെ ഓഡിയൻസിനെ ഇങ്ങനെ നേരിട്ട് കാണാൻ വരുന്നതിന് താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടൻ്റെ പിറന്നാളാണിന്ന്. നിങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഓറ ഉണ്ടെന്നറിയാം. ലാലേട്ടന് വേണ്ടിയിട്ട് 2 വാക്കുകൾ പറയും. I just spoke to him. I didn't know he was my Aliyan. I was very happy to call him Aliya. I thought he was my. So I told him, Aliyane poyillo, valare sandosham. So I just spoke to him and I wished him happy birthday. Next one. Jojo. So before asking the question, I need to tell you this. 10 വർഷം കഴിയുമ്പോൾ നമ്മൾ പലരെയും മറക്കുമായിരിക്കും, പക്ഷേ ഉലകനായകനെ 100 വർഷം കഴിഞ്ഞാലും നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല. ആൻഡ് മൈ ക്വസ്റ്റ്യൻ ഈസ്, ഇപ്പം തഗ് ലൈഫിൻ്റെ അനൗൺസ്മെൻറ്റ് ടീസർ ഇറങ്ങിയപ്പോൾ അതിൽ തന്നെ ഒരു മാജിക് ഉണ്ട്. അതായത് ആ റിവേഴ്സ് ഡയലോഗ്, അത് ശരിക്കും ആരുടെ ഐഡിയ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ബിഹൈൻഡിലുള്ള കാര്യങ്ങളൊന്ന് പറയുമോ? അല്ല, ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കുമുള്ള സാധാരണ ഹ്യൂബ്രിസ് ഉള്ള ആർട്ടിസ്റ്റ് പോലെയാവും ഞങ്ങൾ. For us, the true hero for us is cinema itself. So, ബാക്കിയെല്ലാം supporting artists are, including the lead role man. Cinema needs good actors. We call him hero. Who's a hero? Today we call somebody a hero. Tomorrow we realize he's a villain in any field. So, that's what it is. And I hope you remember me for another 100 years without any negative comments. Then it will be a good life. സാർ, ഞങ്ങളുടെ ജോജി ചേട്ടനെ അങ്ങോട്ട് എടുത്തിരിക്കുകയാണ്. ഈ സിനിമയിലൂടെ തിരിച്ചു എന്തും വേണം കേരളത്തിലേക്ക്. അതിനുള്ള സംശയമാണ്.
സംശയമാണ്. തൃച്ചി കൊടുക്കില്ല. ഞങ്ങൾ അങ്ങനെ കുറെ പേരെ അങ്ങനെ കൊടുത്തു വെച്ചിട്ടുണ്ട്. നാഗേഷ് തൃച്ചി കർണാടക പോകാൻ കഴിയില്ല. സരോജാദേവി ഞങ്ങളുടെ ആളാണ്. ഇപ്പോ ജോലിയും അങ്ങനെ ആകും. ദാറ്റ് ഇസ് മൈ ഭാവിയിൽ അങ്ങനെ ആവും. ചാണക്യൻ മദനോത്സവം പോലത്തെ സിനിമയിൽ എപ്പോഴാണ് പ്രതീക്ഷിക്കുന്നത് മലയാളത്തിൽ? എന്തോ ചാണക്യൻ മദനോത്സവം പോലത്തെ മൂവീസ് ഉണ്ടായിരുന്നല്ലോ മലയാളത്തിൽ ചെയ്ത, അതുപോലത്തെ ഇനി ഇപ്പൊ ഒരു മലയാള സിനിമ എപ്പോഴാണ് പ്രതീക്ഷിക്കുന്നത് സാറിന്? അതുപോലെയാണ്. വയസ്സെത്രയായി? വേറെ ഇതിൽ കുറെ ഉത്സവമുണ്ട്. ആയിക്കോട്ടെ. One day, thank for coming to Kerala. And You don't have to thank me. yes. I will always come. സാർ, ഞാൻ മുമ്പ് കേട്ടിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ എന്നോട് ക്ഷമിക്കണം. സാർ മരുന്ന് നായകൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തത് മേൽ ഗിബ്സന്റെ അപ്പോക്കാലിപ്റ്റ് കണ്ടിട്ടാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചെയ്തത് നേക്കഡ് ട്രെയിൻ എന്ന് പറഞ്ഞ ഒരു ബോളിവുഡ് സിനിമയുടെ ഇൻസ്പയർഡ് ആണ് അദ്ദേഹം അപ്പോക്കാലിപ്റ്റ് ചെയ്തത്. അപ്പോൾ സാർ തന്നെയായിരുന്നു ആക്ടറും സാർ തന്നെയായിരുന്നു ഡയറക്ടറും. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. സാർ എങ്ങനെയാണ് ആ കഴുകനെ ട്രെയിൻ ചെയ്തത്? ഞാൻ ചെയ്തല്ലേ, അതൊരാളുണ്ട്. That is what I say, that there are people to do. This is a very democratic art. ഞാൻ ചെയ്തതാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം if you ask him, how is your performance good? ഞാനിങ്ങനെ അവലത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം മണിസാറിന്റെ പേര് പറയാതെ വഴിയില്ല. അതാണ്. So, saying Mel Gibson did Apocalypse nearly 6 or 7 years later, maybe, I don't remember. Then the first thing was Ravi K. Chandran said, "Namma shot kanda," he said. Illa kandile, poi kaana. I was in America. Then I went and saw there were some similar shots. I was happy to think like those people, like my brothers. That's what makes us brothers. He might have another political angle to him. I forgive him for that. He's my brother. And we both were thinking on the same terms. And Madanayam is our man. I picked it up from a hidden history book. For reasons I don't want to go into. Certain things, great history, we have just swiped it aside or rewritten. Madanayam is the man who really thought of this as an independent country against the British. But he was violent. He didn't win. Then came another person with another name from another religion, and he did it without violence, and that's Gandhi. It's supposed to be like, and in India, there's an untold story about that gang. And this is story being connected with the... No, because this word has become a common use. Like the father calling the saint, "Hey, rascal," that's not the rascal of 18th century. Because then rascal means you won't be able to move easily in the society. So, thug life, especially when Tupac, the rapper, he made it popular, thug life. And his life was that of a thug also, apart from being a great artist. So that's where he popularized it, we took the title. ഒരു 3 months അല്ലല്ല, അത് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ചോദിച്ചു കഴിഞ്ഞു. അതേ ചെയ്തേ ഉള്ളൂ. ക്ലാസ് കമ്മിൽ കൂടെ ഉണ്ടാവും. സോ ദിസ് വിൽ ഹാപ്പൻ. ബട്ട് ഐ ഓൾവേസ് എപ്പോഴും പറയാറുണ്ട്, ഐ വാണ്ട് ടു ടേക്ക് ദ ബെസ്റ്റ് വേ ടു ഡു ഇറ്റ് ഇസ് ബഡ്ജറ്റില്ല സാറേ, മലയാളത്തിന് അത്ര ബഡ്ജറ്റില്ല, അപ്പോൾ മേക്ക് എ ഡബിൾ വെർഷൻ. നമ്മൾ സഹോദരന്മാരാണ്. കമ്പരാമായണം വാസ് ഇനോഗറേറ്റഡ് ഇൻ ട്രിവാൻഡ്രം. We are speaking
different dialects now. And Malayalam has got literature now over the 1,000 years. We are all, when you do PhD in Malayalam, you will automatically touch Tamil. We are brothers historically. So I want to make a double version so that then when a pan-India status, it will not stay as a double version. It will become an international. That's what I wanted. That's what I've been thinking about. So to sum it up, one final question. ഇതിൽ സംസാരിക്കാതെ ആരെങ്കിലും ചോദിക്കാം? ഒരാൾ സംസാരിക്കാം. തക്ലീഫിന്റെ ഇന്റർവ്യൂയുടെ സമയത്ത് സാറ് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. പണി സിനിമയിലെ ജുനൈസിന്റെയും സാഗറിന്റെയും ആക്ടിങ് കണ്ടിട്ട് സാറ് നമുക്ക് ജീവിക്കുകയായിരുന്നു എന്നുള്ളതിൽ പറഞ്ഞിരുന്നു. അതൊരു സാറ് തന്നെ പറഞ്ഞിരുന്നു. പണി സിനിമ കണ്ടിട്ട് സിനിമ കണ്ടിട്ട് ജുനൈസിന്റെയും സാഗറിന്റെയും ആക്ടിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ മലയാള സിനിമയിലെ പുതുമുഖ നടന്മാരെ കുറിച്ചിട്ടും അതുപോലെ ആക്ടേഴ്സിനെ കുറിച്ചിട്ടും ടെക്നീഷ്യന്മാരെ കുറിച്ചിട്ടും സാറിന് എന്താണ് പറയാനുള്ളത്? Let me tell you, don't publicize it too much because people will get jealous. 60% of cinematographers in Indian cinema might be 50, but 60 is my estimation, are Malayalis. And there are more coming. And Kerala is preparing to produce more. I want to be part of that revolution. I want to be there to see it, not use it. This is not a Uber. We are building a highway. So that I will want to see. I'll talk to your government, our government, and I'll ask them, give my ideas. They think it is good. We will meet in a lab that will become international.